ചേച്ചി ഞാന് ഒരു അക്ഷരം പറയും. അതെ. എന്നിട്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കും. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരുന്നത് ആ അക്ഷരം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൻസേഴ്സ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് ക, അപ്പൊ പേരെന്താന്ന് ചോദിച്ചാ കൃഷ്ണൻ, എവിടുന്ന് വരുന്നു ചോദിച്ചാ കാക്കനാട്, എന്ത് കഴിച്ചു എന്ന് ചോദിച്ചാ ദൈവമേ, അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷെ ഇവര് പറയാൻ ഡിലേ ആയി കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ പണിഷ്മെന്റ് കൊടുക്കണ്ടേ? പിന്നെ അതെന്ത് ചെയ്യും ചേച്ചി? അത് ആ സമയത്ത് പറയും. ഇപ്പൊ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ പറയൂല. സർപ്രൈസ്. ഇത് ഷോക്കല്ലേ, സർപ്രൈസ് ആണ്. അതെ. നമുക്ക് ഏത് ഏരേനെ ആദ്യം നറുക്ക് കൊണ്ടുവരണം ഈ ഒരു ടാസ്കിന്? ആദ്യം നമ്മൾ കൊണ്ടുവരുന്നത് അമരക്കാരൻ തന്നെ ആയിക്കോട്ടെ, ഡയറക്ടർ വന്നോട്ടെ. അതെ, മനോജ്. മേടിച്ചാ ചേട്ടൻ എത്രയും പെട്ടെന്ന് വീട്ടിൽ. എന്നാ ശരി, വായോ. ശരി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പാ. എവിടുന്ന് വരുന്നു? പാപ്പനംകോട്. വീട്ടിൽ എത്ര പേരുണ്ട്? 10 പേര്. 10 ഇഷ്ടപ്പെട്ട ആളാര്? പപ്പ. കുട്ടിയൊക്കെ എന്താണ്? പുട്ട്. പപ്പയുടെ പ്രായം? 18. ശരി, ഈ സിനിമയുടെ റിലീസ് എന്ന്? 10-ൽ നിന്ന് 6 കുറയ്ക്കണം. അത് പൊളിച്ചേട്ടോ. ഫുൾ ടീമിന് വേണ്ടി ചേട്ടൻ കളിച്ച് ജയിച്ചു. ഞങ്ങൾ പോവാണ് ഇനി. അത് ബ്രില്യന്റ് ആയി പോയി. ഇതിനാണോ ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറയുന്നത്?